അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഹൃദയത്തെ നശിപ്പിക്കുകയും നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മാറാരോഗത്തെക്കുറിച്ചാണ് നാം ഇന്നിവിടെ സംസാരിക്കുന്നത്. ആ രോഗത്തിൻ്റെ പേരാണ് അഹങ്കാരം. അഹങ്കാരം എന്നത് വെറുമൊരു മനുഷ്യ സ്വഭാവമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇടവരുത്തുന്ന ഒരു വലിയ ഭാവമാണ്. ചരിത്രത്തിലാദ്യമായി ഈ പാപം ചെയ്തത് ഇബ്ലീസായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ ധിക്കാരത്തോടെ പറഞ്ഞു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. ഈ ഒരൊറ്റ വാക്കാണ് സ്വർഗത്തിൽ വസിച്ചിരുന്ന ഇബ്ലീസ് നരകത്തിൻ്റെ അവകാശിയായി മാറിയത്. എന്താണ് അഹങ്കാരം? അഹങ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് കാണാം. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ മിസ്കാൽ ദർറത്തി മിൻ കിബർ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ അവൻ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ അവിടുന്ന് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, നല്ല വസ്ത്രം ധരിക്കാനും നല്ല ചെരുപ്പ് ധരിക്കാനും ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അഹങ്കാരമായി മാറുമോ? അപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അഹങ്കാരം എന്നത് സത്യത്തെ കളവാക്കുകയും സാധാരണ ജനങ്ങളെ താഴ്ത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ടോ നല്ല ചെരുപ്പ് ധരിച്ചത് കൊണ്ടോ നല്ല വീട്ടിൽ താമസിച്ചത് കൊണ്ടോ അവൻ അഹങ്കാരമായി മാറുന്നില്ല. മറിച്ച് താൻ ഉടമപ്പെടുത്തിയതിൻ്റെ പേരിലും തൻ്റെ പദവി കൊണ്ടും സാധാരണ ജനങ്ങളെ താഴ്ത്തുകയും സത്യത്തെ നിഷേധിക്കുമ്പോഴാണ് അത് അഹങ്കാരിയായി മാറുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലത്തെ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.